A warm good morning to everyone. Today, July 15th, we are observing as the World Youth Skill Day, and Asapians of STC Government College Chittoor are here expressing their narrative skills through stories, songs and more. Keep listening. Let's start with a prayer. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ, ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. There is no better medicine than a beautiful music to our mind. Let's listen to a song by Aaron Bijlal of Government Boys Higher Secondary School, Chittoor. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചീതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവൻ്റെ പിറയായ നീ. അന്നെൻ്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരും നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ, എന്നിദ്രയിൽ
പുണരാതെ നീ ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി പണ്ടെൻ്റെ ഈണം നീ മൗനങ്ങളിൽ പതറുന്ന രാഗം നീ എരിവേനലിൽ അത്തറായി നീ പെയ്യും നാൾ ദൂരെയായി നീലവിട്ട കാറ്റായി ഞാൻ മരുഭൂമിയിൽ പൊൻകൊലുസു കൊഞ്ചുമാ നിമിഷങ്ങളെൻ ഉള്ളിൽ കിലുങ്ങിടാതെ ഇനി വരാതെ നീങ്ങോ പോയി ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ഇരുൾ ജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണനിൽ മേഞ്ഞു കീതയ്ക്കുന്നു നീ ശ്വാസമേ ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. That was a beautiful song. Now let's listen to Anuruba of Government Victoria Girls Higher Secondary School, Chittoor. She's going to narrate a short story, എൻ്റെ കൂട്ടുകാരൻ. നമസ്കാരം, ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ലഘു കഥയാണ്. കഥയുടെ പേര് എൻ്റെ കൂട്ടുകാരൻ. എന്നത്തെയും പോലെ കൃത്യം 6 മണിക്ക് തന്നെ കോഴി കൂവി തുടങ്ങി. അതുകൊണ്ട് തന്നെ കിടക്കപ്പായിൽ നിന്ന് നമ്മുടെ നായകൻ ഗോകുൽ ധൃതിയോടെ എഴുന്നേറ്റു. കാരണം പരീക്ഷയ്ക്കുള്ള ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പഠിക്കാൻ എഴുന്നേൽക്കണമെന്ന് അച്ഛൻ്റെ ഓർഡറാണ്. 10ാം ക്ലാസ് ആയതുകൊണ്ട് പഴയ പോലെ ഉഴപ്പി നടന്നാൽ വീട്ടിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കാമെന്ന് അവൻ്റെ കണക്കുമാഷായ കുട്ടൻമാഷ് പറഞ്ഞിരുന്നു. അതെല്ലാം ഒരു സ്വപ്നം പോലെ ആലോചിച്ചുകൊണ്ട് അവൻ പതിയെ പുതപ്പ് കാലിൽ നിന്ന് മാറ്റി. പഠിക്കാനുള്ള പുസ്തകങ്ങൾ എടുത്തു. പതിവ് പോലെ തന്നെ അവനുള്ള കട്ടൻ ചായ മേശയ്ക്ക് പുറത്ത് തയ്യാറായിരുന്നു. അവൻ പല്ലു തേക്കാതെ തന്നെ അതെടുത്ത് കുടിച്ചു. എന്നിട്ട് പഠിക്കാനായി ആ മലയാളം പുസ്തകം തന്നെ വായിക്കാൻ എടുത്തു. ഇവൻ വായിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ പലപ്പോഴേ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം ഗോകുലിനും അറിയാവുന്നതുകൊണ്ട് അവൻ പുസ്തകത്തിൽ നിന്ന് ശ്രദ്ധ വേറെ എവിടെയും ചിതറിപ്പോവാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചു. അച്ഛന് ഗോകുലിനെ വളരെയേറെ ഇഷ്ടമാണ്. പക്ഷേ തന്റെ മകന്റെ ഭാവി ജീവിതം എന്തായി പോവുമെന്ന് ഓർത്ത് അച്ഛന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ അച്ഛൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. പക്ഷേ ഒരു ഉഴപ്പൻ മട്ടിലായിരുന്നു അവന്റെ പഠനം. ദിവസങ്ങൾ അടുത്തു. ആദ്യ ദിവസം പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റ്, പേന, പെൻസിൽ എല്ലാം എടുത്ത് അവൻ പരീക്ഷയ്ക്ക് പുറപ്പെട്ടു. എന്നത്തെയും പോലെ തന്നെ കൂട്ടുകാർ അവനെ കാത്ത് വീടിനും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആഹാരം പാതി കഴിച്ച് മതിയെന്ന് പറഞ്ഞു പോയി. വേഗം കൈകൾ കഴുകി കൂട്ടുകാരുടെ കൂടെ സ്കൂളിലേക്ക്. വൈകുന്നേരം പതിവ് പോലെയാണ് വൈകി അവൻ വീട്ടിലെത്തിയത്. എന്താ വൈകിയത് എന്ന് പോലും അവന്റെ അച്ഛൻ ചോദിച്ചില്ല. കാരണം തന്റെ മകനുമേൽ അത്രയ്ക്ക് വിശ്വാസം ആ അച്ഛനുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരൻ തന്റെ അച്ഛനാണെന്ന് അവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ലാതെയായിരുന്നു അവന്റെ അച്ഛനോടുള്ള ഭാവങ്ങൾ. അച്ഛൻ പക്ഷെ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. അതിനു കാരണം തന്റെ മകനോടുള്ള ആ അച്ഛന്റെ വിശ്വാസം തന്നെയായിരുന്നു. ഒരുപാട് സമ്പത്തില്ലെങ്കിൽ പോലും തന്റെ മകനെ നന്നായി പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ആ അച്ഛനുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷകളെല്ലാം കഴിഞ്ഞു. ഗോകുലിനെയും വെച്ച് കൂടുതൽ പേടി അവന്റെ അച്ഛനായിരുന്നു. കാരണം അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. തന്റെ മകനെങ്കിലും നന്നായി പഠിച്ചു നല്ല ജീവിതം നയിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പരീക്ഷയുടെ ഫലം വന്നു. ഗോകുൽ ജയിച്ചുവെങ്കിലും അവന് ആ മാർക്ക് വെച്ച് എവിടെയും കിട്ടില്ല എന്ന് കൂട്ടുകാർ എല്ലാം കുറ്റപ്പെടുത്തി. അവൻ ജീവനതുല്യം സ്നേഹിച്ച സൗഹൃദങ്ങൾ പോലും അവനെ മാറ്റി നിർത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. അവൻ ജീവിതത്തിൽ ആദ്യമായാണ് ഈ പരിഹാസ
പരിഹാസഭാവത്തോട് നോക്കുന്ന കൂട്ടുകാരെ കാണുന്നത്. പക്ഷെ കുട്ടൻ മാഷ് അവനെ സമാധാനപ്പെടുത്തുകയുണ്ടായി. നീ ജയിച്ചില്ലടാ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയി അമ്മയോട് കാര്യം പറഞ്ഞു. അതിനു മുൻപ് തന്നെ അടുത്ത വീട്ടിൽ ലക്ഷ്മിയുടെ അമ്മ അറിഞ്ഞിരുന്നു ഇവന്റെ ഫലം. കാരണം ലക്ഷ്മി എല്ലാ വിഷയത്തിലും മുഴുവൻ A+ ആയതുകൊണ്ട് കുറച്ച് ലഡുവുമായാണ് ലക്ഷ്മിയും അമ്മയും അവന്റെ വീടിന് മുന്നിൽ ഇരിക്കുന്നത്. പതിവ് പോലെ തന്നെ അവന്റെ അമ്മ അവനെ ശകാരിക്കാൻ തുടങ്ങി. ഈ മാർക്ക് വെച്ച് ജീവിതത്തിൽ നിനക്ക് എവിടെ പഠിക്കാൻ എന്നാണ് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവന്റെ അച്ഛൻ കയറി വരുന്നത്. കയ്യിലൊരു കവറുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ കത്തുന്നത് എന്നുള്ള ചോദ്യവുമായി അച്ഛൻ അവന്റെ റൂമിലേക്ക് പോയി ഒരു ലഡു എടുത്ത് അവന് നൽകി. എന്നിട്ട് അച്ഛൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ മകൻ ജയിച്ചില്ലേ എന്ന്. അവന്റെ കണ്ണുകളുടെ കണ്ണുനീർ കൂടുതലായി ഒഴുകാൻ തുടങ്ങി. കാരണം തന്നെ ചീത്ത പറയും ശകാരിക്കുമെന്ന് കരുതിയ അച്ഛൻ അവനെ മധുരം കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അച്ഛനും വിഷമം ഉണ്ടായെങ്കിൽ പോലും തന്റെ മകന്റെ കണ്ണുനീർ മുമ്പിൽ ആ വിഷമം ഒഴുകിപ്പോയി. മാത്രമല്ല, പിന്നീടുള്ള പഠനത്തിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ എന്റെ മകനു വേണ്ടി ചിലവാക്കുമെന്ന ഉറച്ച ശബ്ദത്തോടെ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് ജീവിതത്തിലെ യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ് എന്നും അത് തന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് എന്നും അവന് മനസ്സിലാക്കിയത്. ജീവിതം എന്ന വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൽ കുറച്ചു ഘട്ടങ്ങൾ വരും. അത് എങ്ങനെ മറികടക്കണം എന്ന് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് പറഞ്ഞു തരിക. കാരണം അവർ ജീവിതത്തിന്റെ മുഖപടങ്ങൾ പാതി കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അതിന്റേതായ ജീവിത സാഹചര്യം എന്താണ് എന്നും അവർക്കറിയും. ഗോകുൽ പിന്നീടുള്ള പഠനം നന്നായി പഠിക്കാൻ ശ്രമിച്ചു. അതും ആത്മാർത്ഥമായി തന്റെ അച്ഛനു വേണ്ടി. അമ്മയ്ക്കു വേണ്ടി ഞാൻ പിന്നീട് ജീവിക്കാമെന്ന് ശ്രമിച്ചു. ജീവിതത്തിൽ നമുക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന 2 ജീവനുകൾ മാത്രമാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. അത് തന്റെ മാതാപിതാക്കളാണ് എന്നും പിന്നീടുള്ള ജീവിതങ്ങളിലൂടെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകാർ അത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. സൗഹൃദം എന്നതിന്റെ അടിസ്ഥാന രൂപമാണ് അവന്റെ അച്ഛൻ. കാരണം ജീവിതത്തിൽ അടിത്തറപാകുന്ന ഘട്ടങ്ങൾ അവനെ തളർത്താതെ അവന്റെ കൈകൾ ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ചത് അവന്റെ അച്ഛനാണ്. ജീവിതത്തിൽ എത്ര സൗഹൃദങ്ങൾ നമുക്ക് കിട്ടിക്കൊള്ളട്ടെ, എത്രയൊക്കെ നാടുകളും വീടുകളും കടന്നുപോയാലും നമ്മുടെ യഥാർത്ഥ സത്യസന്ധമായ സൗഹൃദം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്നത് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. പിന്നീടുള്ള കാലം ഗോകുൽ അവന്റെ അച്ഛനെ ഒരു യഥാർത്ഥ കൂട്ടുകാരനായി കണ്ട് ജീവിതം സന്തോഷം മുന്നോട്ട് പോയി, നല്ല സ്വർഗത്തിന്റെ പാതയിൽ. Now let's welcome Ashwini of MHSS Pudunagaram with her story about a sculptor and 2 stones. Hi everyone, I'm here to present a story which you all should know. The story of a sculptor and 2 stones. First of all, a sculptor is a person who makes sculptures. Now let me start. Once upon a time, a sculptor was going through the forest in search of a stone to make a sculpture of goddess. On his way, he found a stone and asked it, "Can I mold you into a goddess?" And the stone replied, "No, it will be painful for me." The sculptor continued his search and found another stone and asked the same question, and the stone agreed to make the sculpture of goddess. The sculptor made an adorable goddess with the stone, and everyone started worshipping the goddess. But now, the first stone which the sculptor saw was kept to break the coconuts on it in front of the goddess. I think all of you got the morals of the story, but still, let me make it again. No pain, no gain. If you ignore something due to fear, then you will regret for the same for the lifetime. And the second moral is never lose opportunity, because they are like gems in our life. So grab the opportunity, mold it, use and succeed. Thank you. Now let's welcome Jayalakshmi from KKMHS Vanditavalam. She is here to recitate a poem, If, by Rudyard Kipling, and narrate a story in our own mother tongue. Hi, hello friends. I would like to tell a poem written by Rudyard Kipling. The name of the poem was If. The advice of a father to his son was the poem. So guys, shall we go to the poem? If you can keep your head when all about you are losing there and blaming it on you. If you can trust yourself when all doubting you. If you can wait and not be tried by waiting. Oh, being lied about, don't deal in lies. Oh, being hated, don't give way to hating. And act, don't look too good, not talk too wise. If you can dream and not to make a dreams your master. If you can think and not to make a thoughts your aim. If you can meet with a triumph and disaster and treat those 2 impostors just the same. If you can bear to hear the truth you have the spoken, to stand by knees to make a trap for fools, or watch the things you gave your life to broken and stoop and build empire with worn-out tools. If you can make one heap of all your winnings and risk it on one turn of a pitch and toss
and lose and start again at your beginnings. And never breathe a word about your loss if you can force your hurt and nerve ends new to serve your turn long after they are gone. And so hold on when there is nothing in you except the will which say to them hold on. If you can talk with crowds and keep your virtue or walk with kings, nor lose the common touch, if neither force nor loving friends can hurt you, if all men count with you but not too much with you, if you can fill the unforgiving minute with the 60 seconds worth of distance run, yours is the earth and everything that's in it. And which is more, you will be a man, my son. Thank you so much, friends. Today we're celebrating the World Skill Day. I wish you all the best for your better future and I blessed you achieve your dreams. Thank you so much. അപ്പം വേൾഡ് സ്കിൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കഥ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു കുട്ടി അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരുമായിട്ടുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വഴിവക്കിന്നൊരു മുട്ട കിട്ടി, ഒരു പക്ഷി ഇട്ടൊരു മുട്ട. അപ്പോൾ ഇവൻ അത് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ വീട്ടിൽ കോഴിക്കൂട്ടിൽ അണയിരിക്കുന്ന കോഴിമുട്ടയുടെ കൂടെ ഇതും വെച്ചു. അങ്ങനെ അത് കുറേ മാസങ്ങൾ കഴിഞ്ഞ ശേഷം ആ മുട്ട വിരിഞ്ഞു. എല്ലാ കോഴിമുട്ടകളും വിരിഞ്ഞപ്പോൾ ആ കോഴിക്കുണ്ടായിരുന്ന 4 മുട്ടയായിരുന്നു, അതിൻ്റെ കൂടെ ഒന്നും കൂടെ വന്നു, 5 മുട്ടയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 4 കോഴിക്കുഞ്ഞുങ്ങൾ നല്ല വെളുത്തിട്ടിരിക്കുമ്പോൾ ഈ 5ാമത്തെ കുഞ്ഞു മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ അമ്മക്കോഴി അത് കാര്യമാക്കിയില്ല. അതിനെ എല്ലാത്തിനെയും പരിചരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ കോഴിയെയും പരിചരിച്ചു. അങ്ങനെ ഇവരൊക്കെ കുറച്ചും കൂടെ വളരാൻ തുടങ്ങി. അങ്ങനെ അമ്മൻ്റെ കൂടെ തീറ്റ തേടി പോകുന്ന ഒരു സമയം നമ്മുടെ ഈ 5ാമത്തായിട്ടുള്ള കോഴിക്കുഞ്ഞ്, ആ കുഞ്ഞ് വന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ എത്ര ഉയരത്തിലാണ് ഇവരൊക്കെ പറക്കുന്നത്, എനിക്കും അതുപോലെ പറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 1ാമത്തെ കോഴിക്കുഞ്ഞ് പറഞ്ഞു, എടാ പൊട്ട, അവരൊക്കെ പരുന്താണ്, അവരൊക്കെ പക്ഷി വർഗത്തിലെ രാജാക്കന്മാരാണ്, അവർക്കൊക്കെ നമ്മളെക്കാൾ ഒരുപാട് ശക്തിയുണ്ട്, അതുപോലെ തന്നെ ഇരകളെ പിടിക്കാനുള്ള ഏറ്റവും കൂടുതൽ ശക്തി അവർക്കാണുള്ളത്, നമ്മൾക്കൊന്നും അതുപോലെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ടൊരു പരുന്താണ്. പക്ഷേ ആ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം നടന്ന കാരണം ഈ പരുന്തിന് സത്യം പറഞ്ഞാൽ അവൻ്റെ കഴിവ് അറിയില്ല. അപ്പോൾ അവൻ വീണ്ടും പറയാണ്, എനിക്കും അതുപോലെ പറക്കണം, എനിക്കും അതുപോലെ എന്ത് ചെയ്യണം, പറക്കണം, അതുപോലെ എനിക്കും പറക്കണം, അവരുടെ കൂടെ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമുക്കും ചിറകില്ലേ, നമുക്കും പറക്കണ്ടേന്ന് പറഞ്ഞു. അപ്പം 2ാമത്തെ ആൾ പറഞ്ഞു, എടാ അതൊന്നും നമുക്ക് പറ്റില്ല, അതൊന്നും നമുക്ക് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വീണ്ടും പറയണം, എന്നാലും ഇവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ആഗ്രഹം പോകുന്നില്ല. മീൻസ് എനിക്ക് പറക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. അപ്പം 3ാമത്തെ ആൾ പറഞ്ഞു, നീ അതിനു വേണ്ടി മോഹിക്കണ്ട, കാരണം നമ്മളൊക്കെ ചെറിയ ജീവികളാണ്, നമ്മൾക്കൊന്നും അത്രത്തോളം വരില്ല. പക്ഷെ നമ്മുടെ യോഗം എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെ ജീവിക്കുക, ഭൂമി തന്നെ മരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആകെ സങ്കടമായി. പക്ഷെ അവൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു സ്വപ്നം പോകുന്നേയില്ല, അവൻ്റെ ഒരു ആഗ്രഹം പോകുന്നേയില്ല. അവൻ വീണ്ടും പറയാണ്, എനിക്കും അതുപോലെ ഒന്ന് പറന്നാൽ കൊള്ളാമെന്നുണ്ട്, നമ്മൾ എന്തിനാ ഈ ഭൂമി തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം കാണുന്നത്, ആ ആകാശത്ത് നിന്ന് പറക്കുമ്പോൾ അവിടത്തെയുള്ള കാഴ്ചകൾ ഒന്ന് വേറെ തന്നെ ആയിരിക്കില്ലേ, എനിക്കും അതുപോലെ ഒന്ന് പറന്നാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം 4ാമത്തെ പക്ഷി പറഞ്ഞു, എടാ പൊട്ട, അതൊക്കെ വലിയ പക്ഷിക്കാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല, നീയൊക്കെ അത് സ്വപ്നം കാണുന്നത് തന്നെ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ചുറ്റും കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇവൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവൻ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ 2ാമത്തെ കോഴിക്കുഞ്ഞ് പറഞ്ഞു, എടാ പക്ഷെ നീ ഒന്ന് ശ്രദ്ധിച്ചാ, അവരുടെ ചിറകുകളൊക്കെ വളരെ വലുതാണ്, നമ്മുടെ അമ്മയെക്കാളും അവൻ്റെ ചിറകുകളൊക്കെ വലിയ വലിയ ചിറകുകളാണ്, പക്ഷെ ഒരുപക്ഷെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലത്തെ ചിറകുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അതുപോലെയൊക്കെ പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ ചിറകും അതുപോലെ വളർന്നു കഴിഞ്ഞാൽ എനിക്കും അതുപോലെ പറക്കാൻ പറ്റുന്നൊരു ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ അവൻ കാലങ്ങളോളം വെയിറ്റ് ചെയ്തു. മീൻസ് അപ്പോഴും ഇവൻ്റെ മനസ്സിൽ അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇവൻ്റെ മനസ്സിൽ നിന്ന് അപ്പോഴും എന്ത് ചെയ്യുന്നിട്ടില്ല, ഈ ഒരു മോഹം വിട്ടുപോയിട്ടില്ല. അപ്പോഴും ഇവൻ കോഴിക്കുഞ്ഞായിട്ട് തന്നെയാണ് മറ്റുള്ളവൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നത്. മീൻസ് അവർ തീറ്റ തടാൻ പോകുമ്പോൾ അവരുടെ കൂടെ പോകും, അങ്ങനെ അവരുടെ കൂടെ തന്നെ ജീവിച്ചു. അപ്പോൾ ഇവൻ കുറച്ചും കൂടെ വളരാൻ തുടങ്ങിയപ്പോൾ ഇവൻ ആ പക്ഷിനെ നോക്കുക, എന്നിട്ട് തന്നെ നോക്കുക,
എനിക്കും ഇതുപോലെ പറക്കണം എന്നുള്ളൊരു ആഗ്രഹം ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടേ വന്നു. അതുപോലെ എനിക്കും പറക്കണം എന്ന് അവൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങൾ അങ്ങനെ വളർന്നു വന്നു. പക്ഷെ അത് ആരോടും പറയാനും പറ്റുന്നില്ല. കാരണം എല്ലാവരും നെഗറ്റീവുകൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ അവന് ഒരുപാട് സങ്കടമായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവനെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട്, വേറെ ആരുമില്ല, ചുറ്റും നെഗറ്റീവ് തോട്ട്സുകളാണ്. അപ്പോൾ അവന് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവനെ തന്നെ അവൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ പോയി. എന്നിട്ട് ഈ പറക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ പാറക്കെട്ടിൻ്റെ അവിടെ നിന്ന് അവൻ ദൂരത്തുനിന്ന് ഓടിയിട്ട് പറക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ദൂരത്തുനിന്ന് ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് അവൻ നിന്നു. എന്താ ചോദിച്ചാൽ, താഴോട്ട് നോക്കുന്ന സമയത്ത് എത്രയോ അടി മുകളിലാണ് താൻ. ഇവിടുന്ന് താഴെ വീണാലോ എന്നൊക്കെ ആലോചിച്ച് അവൻ വീണ്ടും ബാക്കിൽ പോയി. അങ്ങനെ അവൻ ഡൗൺ ആയി. എന്താ ചോദിച്ചാൽ, എൻ്റെ ഇത്രയും കാലം എനിക്ക് കുറച്ച് ചിറകുകളൊക്കെ വന്നു, അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വന്നത്. പക്ഷേ എനിക്ക് ഉയരം കാണുമ്പോൾ പേടിയാവാൻ തുടങ്ങി. അവൻ ഉയരം കണ്ടതും തിരിച്ച് ബാക്കിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും അവൻ എന്ത് ചെയ്യും, വീണ്ടും അവൻ പരിശ്രമിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസത്തോടെ അവൻ വീണ്ടും പറക്കാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ രണ്ടാമത്തെ പ്രാവശ്യം ഓടിപ്പോകാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഓടി അങ്ങനെ പറക്കാൻ വേണ്ടി ചിറക് രണ്ടും ഉയർത്തിയപ്പോൾ വീണ്ടും അവൻ ആ ഉയരം അവന് പേടിയായി തോന്നി. അപ്പോഴാണ് മനസ്സിലായത് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നി. പക്ഷെ പിന്നെ ഒരു കാര്യം മനസ്സിലായി, താൻ ഈ ഡ്രീം സക്സസ് ചെയ്താൽ തനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുക, ആകാശത്ത് നിന്ന് നോക്കുന്ന ഭൂമിയുടെ കാഴ്ചകൾ തനിക്ക് അറിയാൻ പറ്റുമെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു. അങ്ങനെ അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റണം, ഞാൻ ഇത്ര കാലം വെയിറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, ഈ ആഗ്രഹം ഒരിക്കലും സക്സസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അവനെ തന്നെ മോട്ടിവേഷൻ, അവനെ തന്നെ ധൈര്യം തരാൻ തുടങ്ങി. അങ്ങനെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ, മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ ഓടി പറക്കാൻ തുടങ്ങി. അങ്ങനെ പറക്കാൻ തുടങ്ങിയത് അവൻ്റെ ചിറകുകൾ രണ്ടും വിടർത്തി. അങ്ങനെ അവൻ ആകാശത്ത് മൊത്തം പറക്കാൻ അവൻ ശ്രമിച്ചു, കിട്ടി. അങ്ങനെ ആ ആകാശം മൊത്തം അവൻ ചുറ്റിക്കറങ്ങി വളരെ ആസ്വദിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ട് ആ താഴത്തുള്ള കാഴ്ചകൾ മൊത്തം അവൻ കണ്ടു. ഇത് താഴെ ഇരിക്കുന്ന ആ 4 കോഴിക്കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് ഭയങ്കര അതിശയമായി തോന്നി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു പരുന്താണ് എന്നുള്ളത്. മീൻസ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരിക്കലും കോഴിക്കുഞ്ഞല്ല, അവൻ്റെ കൂടെ കളിച്ച് നടന്ന സുഹൃത്ത് ഒരിക്കലും കോഴിക്കുഞ്ഞല്ല, അത് പരുന്താണെന്ന് മനസ്സിലായത് അവനെ അപ്പോഴായിരുന്നു. ആ രൂപവും ഏകദേശം ഒരു സാദൃശ്യം തോന്നിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് പറ്റുമെന്നുള്ളത്. ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എവിടെ നിന്ന് വന്നോട്ടെ, നമ്മൾ അനുഭവിക്കുന്നത് ദാരിദ്ര്യമാണെങ്കിലും നമ്മളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മുടെ കഴിവുകൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കണം. നമ്മൾ കോഴിക്കുഞ്ഞാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു പരുന്തിൻ്റെ ശക്തി ഉണ്ട്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ വിശ്വസിപ്പിക്കണം. ബിലീവ് യുവർ സെൽഫ്, അതാണ് ആദ്യം വേണ്ടത്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ സെൽഫിനെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കഴിവുകൾക്ക് അവസരം ലഭിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തേത്. ഒരിക്കലും കഴിവിനെ അംഗീകരിക്കാത്ത ലോകം ഇല്ല. സോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ കഴിവിനെ ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ശ്രമിച്ചാൽ വിജയം നമ്മൾക്ക് തന്നെയാണ്. ഒരിക്കലും മറ്റൊരാൾക്ക് കഴിവുണ്ട് ആയിക്കോട്ടെ, മറ്റൊരാൾക്ക് കഴിവുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ശ്രമം വിടാതിരിക്കുക. അവരുടേതായ ശ്രമം അവർ ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ മാക്സിമം ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. പക്ഷെ കോമ്പറ്റീഷനിൽ എതിരാളി ഇല്ലെങ്കിൽ പിന്നെ എന്ത് നമ്മൾക്ക്, അല്ലേ? എതിരാളി ഇല്ലാത്ത ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. നമുക്ക് എതിരിടാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ വരുന്ന ആൾ ഡബിൾ ഇരട്ടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രിബിൾ ആവണം. നമ്മുടെ ഹാർഡ് വർക്ക് ഒരിക്കലും നിർത്താൻ പാടില്ല. അപ്പോൾ ഈ വേൾഡ് സ്കിൽ ഡേക്ക് നിങ്ങളുടെ സ്കില്ലുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചുള്ളൊരു ജോബ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Unlike other districts, Palakkad is blessed with the beauty of Tamil language from our neighboring district Coimbatore, which belongs to the Tamil Nadu state. Let's welcome Nandita from St. Paul's HSS Kurinyambara. She is here to recitate a poem by Bharadiyar in Tamil and share a story in Tamil. வணக்கம். புரட்சிக்கவி பாரதிதாசன் எழுதிய என் சீர்திருத்தம். நீலவான ஆடைக்குள் உடல் மறைத்து நிலாவென்று காட்டுகின்றாய் ஒளிமுகத்தை, கோலமுழுதும் காட்டிவிட்டால் காதற் கொள்ளையிலே உலகம் சாமோ, வானச்சோலையிலே பூத்த தனிப்பூவோ நீதான், சொக்க வெள்ளிப்பார்க்குடமோ அமுத ஊற்றோ, காலை வந்த செம்பருதி கடலில் மூழ்கி கணல் மாறிக் குளிரடைந்த உணில் பிளம்போ, அந்த இருளால் கருகும் உலகு கண்டேன், அவ்வாறே வான் கண்டேன், திசைகள் கண்டேன், பிந்தி அந்த காரில்தான் சிரித்ததுண்டா, பெருஞ்சிரிப்பின் ஒளிமுத்தோ நிலவே நீதான்,
சிந்தாமல் சிதறாமல் அழகியெல்லாம் சேகரித்து குளிரேற்றி ஒளியும் ஊட்டி இந்தாவென்று இயற்கை என்னை வாடில் எழுவாழ்வை சித்தரித்த வண்ணம் தானோ. நன்றி. எல்லாருக்கும் வணக்கம். ஒரு காட்டுல கர்ப்பமா இருக்கிற ஒரு பெண் சிங்கம் வாழ்ந்து வந்துச்சு. எப்பயும் போலவே தான் உணவை வேட்டையாடி சாப்பிட அது அன்னைக்கு கிளம்புச்சு. அப்போ தூரத்துல ஆட்டு மந்தைகளை பார்த்துச்சு. இன்னைக்கு ஆடுகளை வேட்டையாடி சாப்பிடுவோன்னு போச்சு. அப்படி அந்த ஆடுகளை வேட்டையாடும் போது கல்லுல மோதி தான் உயிரிழந்துருச்சு. அந்த அதிர்ச்சியில தான் வயிற்றுல இருந்த குட்டி சிங்கம் வெளியே வந்துருச்சு. அது வெளியே வந்ததும் முதல்ல அந்த ஆட்டு மந்தையை தான் பார்த்துச்சான். அந்த ஆடுகள் தான் தான் குடும்பம் நினைச்சு அந்த ஆடுகள் கூடயே வளர ஆரம்பிச்சுது. அந்த ஆடுகளும் அதை ஏத்துக்குச்சு. அப்படி இருக்கும்போது ஒரு நாள் இந்த ஆடுகள் கூட அது புல்மேய வந்துச்சு. அப்போ அங்க அந்த காட்டுல வாழ்ற ஒரு நரி இந்த ஆடுகளை வேட்டையாட பதுங்கி இருந்துச்சு. என்னடா ஆடுகள் நடுவில் ஒரு சிங்கம் தெரிகிற மாதிரி இருக்கே அப்படின்னு பார்த்துச்சு. என்ன சிங்கம் ஆடுகள் கூட இருக்கு, ஒருவேளை இன்னைக்கு வயிறு நிறைய சாப்பிட்ருச்சோ, அதனால தான் ஒன்றும் பண்ணலையோ. சரி, அந்த சிங்கம் நம்மளை பார்க்கறதுக்கு முன்னாடி இங்கேருந்து கிளம்பிடலான்னு அங்கேருந்து கிளம்பிருச்சான். அடுத்த நாளும் இந்த ஆடுகளை வேட்டையாடி சாப்பிட வரும்போது அந்த சிங்கக்குட்டி அந்த ஆடுகள் கூடயே இருந்துச்சு. என்ன ஒன்றும் சரியில்லையே, அந்த சிங்கம் அதை சாப்பிட வர மாதிரி தெரியலையே, அந்த ஆடுகள் கூட விளையாண்டுட்டு தானே இருக்கு அப்படின்னு பார்த்துச்சு. என்னமோ சரியில்லை அப்படின்னு நினச்சி இந்த தந்திரக்கார நரி இந்த சிங்கத்தை தனியாக சந்திச்சு பேச பல முறை முயற்சி பண்ணுச்சு. அப்படி இருக்கும்போது ஒரு நாள் அந்த சிங்கத்து கூட தனியாக பேசிச்சான். நரி சிங்கத்துக்கிட்ட, நீ சிங்கம் என்ன ஆடு கூட சுற்றிட்டு இருக்க அப்படின்னு கேட்டுச்சான். இல்லையே, நான் எங்கள் குடும்பத்து கூட தான் இருக்கேன் அப்படின்னு சொல்லிச்சான். இல்லை, நீ சிங்கம், நான் நரி, இந்த காட்டில் வாழ்கிற ஒரு ஆடு. நான் ஆடுகளை வேட்டையாடி சாப்பிடுவேன், ஆனால் நீ என்னையே வேட்டையாடி சாப்பிடக்கூடிய திறனுடையவன். நீ என்ன ஆடு கூட சுற்றிட்டு இருக்கேன்னு அது கேட்டுச்சான். இல்லை, நீ பொய் சொல்கிற, நான் என் குடும்பத்து கூட தான் இருக்கேன், நீ என்னை சாப்பிடதான் பொய் சொல்கிற அப்படின்னு அந்த சிங்கம் பயந்து அங்கிருந்து போயிடுச்சான். மறுநாளும் அந்த நரி, இல்லை நான் சொல்கிறது உண்மைதான், நான் வேணா உனக்கு காமிக்கிறேன் அப்படின்னு சொல்லிச்சான். சரி காமி அப்படின்னு இந்த சிங்கமும் அந்த நரி பின்னாடியே போச்சான். அப்போ அங்கே தேங்கி இருந்த ஒரு நீரோடையில, இங்கே பாரு, நீ ஆடு இல்லை சிங்கம் அப்படின்னு காமிச்சிச்சான். அந்த சிங்கமும் போய் நீரை பார்த்தும்போது, என்ன இது நம்ம மூஞ்சி மாதிரியே இல்லையே, ஆடுங்க மூஞ்சி மாதிரியே இல்லையே, வேற யாரோட மூஞ்சி மாதிரி இருக்கேன்னு நல்லா பார்த்தபோது, ஐயோ இங்கே நிறைய காணோம், நம்ம மட்டும்தான் இருக்கோம், ஓ அப்போ நம்ம சிங்கமா அப்படின்னு தான் ஆடு இல்லை சிங்கங்கிறத அந்த நரி மூலியமா அந்த சிங்கம் உணர்ந்து அதுக்கப்புறம் ஆட்டு மந்தைகள் கூட இல்லாமல் அந்த காட்டுக்கே ராஜாவா சிங்கமா இருக்கணும்னு தெரிஞ்சுக்கிச்சான். இது விவேகானந்தர் ஒரு மேடை பேச்சில் இளைஞர்களுக்கு சொல்லப்பட்டது. ஆட்டு மந்தைகளில் மழுங்கி இருக்காமல் சிங்கமாகி இந்த நாட்டை ஆள வேண்டும். இதுதான் இதோட நீதி. Now, let's listen to a motivational speech by Shijna M. of St. Paul's HSS, Korinyambara. Hi, I'm Shijna, 17 to 18th batch. Now I'm going to present about a motivational speech. In your life, never expect anything from anyone. Expect anything from yourself. Believe in yourself. Study hard, work hard, do it again and again. Then you will see the way to success. You will reach the way to heaven. You know, past is past. Present is in our hand. Future is not yet decided. So, if you work hard in your present, you will see the chocolate cake in your future. The best way to predict the future is created to yourself. Never underestimate yourself. It will lessen your confidence. No need to feel inferior. If there is any weakness, improve it. And never try to escape from challenges. If you fail, change your path, because same path will take you same decision. Ask question, why did I fail? What should I do next time? What I learned from my failure. Update yourself, improve yourself, have a better version of yourself, do better something than yesterday. You will see the success. No one has been born in this world who has achieved success in life without efforts.
So work hard. Definitely you will see the success in your future. Hard work is the best medicine for your future. Now, let's listen to a short story, The Seed of Truth, recited by Sneha K. of Government Boys Higher Secondary School, Chittoor. Good morning, my dear friends. My name is Sneha. I am here to narrate a short story, The Seed of Truth. In this story, there was a king, Gangadhara. He is the king of Vidaydhara kingdom. He was just and wise king. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruits, trees, and vegetables. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried. Who could take over the kingdom after him? To find a successor, the king thought of an idea. He decided, I will distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or princess. They can take 3 months for it. The king ordered his minister to give a proclamation. Next day, a long line of anxious parents and children formed outside the palace. Everyone was eager to get a seed and grow the best plant. Pingala, a poor farmer's son, was one among these children. He too got a seed from the king and sowed it in a pot. In his garden, he took great care for the seed. Pingala watered and manured the seed, but the seed did not sprout. Pingala changed the soil and transferred the seed to another pot. Weeks and months passed. One day, Pingala went near the pot. He clenched before it. Dear seed, 3 months have passed. I want to take you to the palace. Please sprout out by tomorrow. But nothing happened. The next day, he saw children walking to the palace dressed in their best clothes. They all held well-grown plants. Pingala stood watching them sadly. Pingala's father had observed his son working hard to make the seeds sprout. He felt sorry for Pingala. Why don't you go to the king with the empty pot? He asked. At least he will know you tried your best. So Pingala too put on his best clothes and started off to the palace. He joined the others outside the palace, holding the empty pot in his hand. The other children laughed at him, but Pingala ignored them. The king arrived and looked at the plants. Children gathered in the courtyard of the palace with flowery plots. Red, blue, yellow, the courtyard had turned into a bouquet. The king looked at the children. Their faces were shining with hope. Ha! The king sighed. He was not at all happy. At the end of the line, he stood Pingala. When the king reached at him, he stopped. Why did you come with an empty pot, my child? Did your seed not grow into a plant? Pingala held his head down and said, Forgive me, your highness. I tried my best to grow the seed. I gave the best soil, manure to it, but the seed did not grow. A smile appeared on King's face. He hugged the Pingala and announced, Here is the crown prince. I had given everyone a roasted seeds, which would never grow. Only this boy is honest. I am sure one day he will rule this kingdom justly. This is the end of this short story. The moral of this short story was, honesty is not only a deepest policy, but it is the highest wisdom. Thank you for hearing my story. Now, let's listen to a few words about mental health by Sneha S. from Government Boys Higher Secondary School, Chittoor. നമസ്കാരം, ഞാനിവിടെ പറയാൻ പോകുന്നത് മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആത്മഹത്യാ പ്രവണതകളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്നതിനെക്കുറിച്ചുമാണ്. നിത്യജീവിതത്തിൽ നാം ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന തുല്യ പ്രാധാന്യം തന്നെയാണ് മാനസികാരോഗ്യത്തിനും നൽകേണ്ടത്. മനസ്സിനേൽക്കുന്ന ഏതൊരു ആഘാതവും ശരീരത്തെ ബാധിക്കുന്നു എന്ന് സുശ്രുത മഹർഷി പണ്ട് തന്നെ പറഞ്ഞറിയിച്ചിട്ടുള്ളതാണ്.
നമുക്ക് നമ്മുടെ ലൈഫിൽ നാളെ എന്താ സംഭവിക്കാന്ന് നോ ഐഡിയ. ഇന്നെടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാവിയുടെ, നമ്മുടെ എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനം. നമ്മുടെ ലൈഫിൽ സ്ട്രെസ്ഫുൾ ആയിട്ടും പെയിൻഫുൾ ആയിട്ടും കുറെ അധികം സിറ്റുവേഷൻസ് വന്നു ചേരും. ഇതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതാണ് മെന്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുകയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനുഷ്യന്റെ ആ കഴിവാണ് മാനസിക ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു അളവുകോൽ. എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ കുറെ ഹാർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു ചേരുന്നുണ്ട്. ഇതിനെ ആലോചിച്ച് തളർന്നുകൊണ്ട് ജീവിതം ഒരു ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകണം, ഒഡിസി പോലത്തുള്ള ഡിപ്രഷൻസിലോട്ട് കടന്നു ചെല്ലുന്നവരും പലതരത്തിലുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ചെയ്യുന്ന ആളുകളും നമ്മളുടെ ചുറ്റുപാടും കണ്ടുവരുന്നുണ്ട്. ഒരു സൈക്കോളജിക്കലി സ്റ്റേറ്റ്സ് കാരണവും ഡിപ്രഷൻസ് മൂലമൊക്കെ ആയിരിക്കാം ആൾക്കാർ ഇങ്ങനെയുള്ള സൂയിസൈഡിലോട്ട് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ഒരു അവയവമല്ല, പക്ഷെ നമ്മൾ ഒരു അവയവത്തെ പോലെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒന്നാണ് ഈ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും മനസ്സിന്റെ അടിസ്ഥാനപരമായ അവസ്ഥാ പരിണാമങ്ങൾ തന്നെയാണ്. അവയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രവൃത്തികളിലേക്കും ഇത്തരത്തിലുള്ള ഓരോരോ തീരുമാനങ്ങളിലേക്കും ആളുകളെ എത്തിക്കുന്നത്. ഇന്ന് പ്രായഭേദമന്യേ ആളുകള് ഡിപ്രഷൻ മൂലം സൂയിസൈഡിലോട്ട് കടന്നു ചെല്ലുകയാണ്. റീസെന്റ് ഉണ്ടായ ചലച്ചിത്ര താരം സുശാന്ത് സിംഗ് രാജ്പൂത്, അദ്ദേഹത്തിന്റെയൊക്കെ സിറ്റുവേഷൻ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സൂയിസൈഡ് എന്ന് പറഞ്ഞ ലൈഫിൽ ഒരു ഡിസിഷൻ അല്ല, അത് നമ്മൾ പേടിച്ചോടുകയാണ് ജീവിതത്തെ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു ചേരേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം ജനങ്ങളിലേക്ക് അവബോധം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇതുകൂടാതെ സൂയിസൈഡ്സിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക, മെന്റൽ ഹെൽത്ത് നമ്മൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ ആദ്യം തിങ്ക് ചെയ്യാണ് വേണ്ടത്. അതൊരു നിശ്ചയദാർഢ്യം പോലെ നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് എത്ര നമ്മുടെ ലൈഫിൽ ഹാർട്ട്ഫുൾ സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ അതിനെ നേരിടും എന്നുള്ള നമ്മളുടെ ഒരു തീരുമാനം, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബേസിക്. അത് കഴിഞ്ഞാൽ നല്ല സാമൂഹ്യ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുകയാണ്, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, അങ്ങനെ നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കെല്ലാം തുറന്നു പറയാനുള്ള ഓരോരോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വന്നു ചേരുമ്പോൾ ഇങ്ങനെയുള്ള ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പിന്നെ മദ്യപാനം, പുകവലി അങ്ങനത്തെയുള്ള ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നല്ല യോഗ, മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുക. പിന്നെ നല്ല ആക്റ്റീവായിട്ടിരിക്കുക, എല്ലാവരിലോടും നല്ല സംസാരിച്ച് ഒരുമാതിരി ഇങ്ങനെ ഒതുങ്ങി ആ ഒരു ക്യാരക്ടർ വിട്ട് കുറച്ച് നല്ല ആക്റ്റീവായി എല്ലാവരോടും നല്ല മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങളും പോയി കിട്ടും. പിന്നെ എപ്പോഴും നമ്മളുടെ സെൽഫ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, നമ്മുടെ കുറ്റവും കുറവിനെ കുറിച്ചൊക്കെ മാത്രമായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ വന്നു ചേരുമ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുകയാണ്, അയ്യോ നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ. പക്ഷെ നമ്മൾ അതിനെ മറന്നുകൊണ്ട് നമ്മളുടെ പോസിറ്റിവിറ്റി നമ്മൾ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നമുക്ക് ഈ സൂയിസൈഡ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാനായിട്ട് സാധിക്കും. പിന്നെ താൽക്കാലികം ഉണ്ടാകുന്ന ഈ സുഖത്തെ നമ്മൾ എത്രത്തോളമാണ് ആസ്വദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളെയും കുഞ്ഞു കുഞ്ഞു വേദനകളെയൊക്കെ നമുക്ക് ആസ്വദിക്കല്ല, നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവില്ലേ, അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ നമ്മളുടെ തെറ്റിന്റെയും നമ്മളുടെ തോൽവിക്കുള്ള മെയിൻ കാരണം നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ വിജയത്തിലേക്കുള്ള കാരണവും നമ്മൾ തന്നെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതെല്ലാം മറികടക്കാനായിട്ട് സാധിക്കും. എല്ലാവരും നല്ല ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, മാനസികാരോഗ്യം എന്നും കാത്തു സൂക്ഷിക്കുക, നല്ല പോസിറ്റിവിറ്റി എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ ലൈഫും വളരെ അടിപൊളി കളർഫുൾ ആയിട്ടുണ്ടാകും. സോ താങ്ക് യു. That was a great speech by Sneha S. Nothing is more important than our own mental health during this lockdown. We are stuck in our homes, unable to go outside as we could before. So it's important to do as many activities as possible to keep our mental health strong and stable. Now,
Let's listen to a short story by Sneha S. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് സ്വർണ്ണമുട്ടകൾ എന്നാണ്. പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ രാജയ്യ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വ്യാപാരത്തിന് വേണ്ടി തന്റെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ഒരുപാട് സമയമായതുകൊണ്ട് അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും ഉറക്കം വരുന്നതുകൊണ്ടും ഒരു സത്രത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. സത്രത്തിനുള്ളിൽ ഒരു മുത്തശ്ശി കിടന്നുറങ്ങുണ്ടായിരുന്നു. രാജയ്യ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, ഞാൻ കുറേ ദൂരെ നിന്ന് വരികയാ, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ ഭക്ഷണം വല്ലതുമുണ്ടോ? അപ്പോൾ മുത്തശ്ശി, ഇത്രയും വൈകി വന്നത് കൊണ്ട് നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. അപ്പൊ രാജയ്യ പറഞ്ഞു, മുത്തശ്ശി, ഭക്ഷണം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാ വന്നത്, എന്തു തന്നാലും കുഴപ്പമില്ല, വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എന്റെ കയ്യിൽ 6 മുട്ടകളുണ്ട്, അത് ഞാൻ പൊരിച്ചു തരാം, അത് മതിയോ എന്ന് ചോദിച്ചു. രാജയ്യൻ സന്തോഷത്തോടെ സമ്മതിച്ചു. മുത്തശ്ശി തന്റെ കയ്യിലുണ്ടായിരുന്ന 6 മുട്ടകളും പൊരിച്ച് രാജയ്യന് കൊടുത്തു. അത് കഴിച്ചപ്പോൾ രാജയ്യന്റെ വിശപ്പ് മാറി. അതിനുശേഷം രാജയ്യൻ, മുത്തശ്ശി, എന്റെ വിശപ്പ് മാറി, ആ 6 മുട്ടകൾക്ക് എത്ര രൂപയാണെന്ന് പറയൂ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്തു പറയാനേ മോനെ, 6 മുട്ടയ്ക്ക് 6 രൂപ, അത് തന്നാൽ മതി. മുത്തശ്ശി, എന്റെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയമേ ഉള്ളൂ, അത് വാങ്ങിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തന്നാൽ മതി. സ്വർണ്ണ കാശിന് ചില്ലറ ഞാൻ എങ്ങനെ തരും? ഈ രാത്രി സമയത്ത് ഞാൻ എവിടെ പോയി ചില്ലറ മാറാനാ മോനെ? അപ്പൊ മുത്തശ്ശി പറഞ്ഞു, മോൻ വ്യാപാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കാശ് തന്നാൽ മതി. രാജയ്യൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞ് രാജയ്യൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അതിനുശേഷം രാജയ്യൻ പട്ടണത്തിലേക്ക് പോയി വ്യാപാരം ചെയ്ത് ഒരുപാട് കാശ് സമ്പാദിച്ചു. കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തന്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമം എത്തിയപ്പോഴാണ് മുത്തശ്ശിക്ക് കൊടുക്കേണ്ട കാശിന്റെ കാര്യം ഓർമ്മ വന്നത്. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി മുത്തശ്ശിക്ക് കൊടുക്കേണ്ട 6 രൂപ കൊടുത്തിട്ട് രാജയ്യൻ പറഞ്ഞു, അന്നൊരു ദിവസം 6 മുട്ടകൾ ഞാൻ കഴിച്ചിട്ട് 6 രൂപ തരണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ കയ്യിൽ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചുപോയി. അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തശ്ശി വളരെ ബുദ്ധിമതിയായിരുന്നു. രാജയ്യൻ വ്യാപാരം ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയ കാര്യം മനസ്സിലാക്കി. അപ്പോൾ മുത്തശ്ശി, മോനെ, നീ തന്ന കാശിന് കണക്ക് വളരെ തെറ്റാണല്ലോ, ഈ കാശ് മതിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രാജയ്യൻ അത്ഭുതത്തോട് പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല, എന്ത് കണക്കാണ് തെറ്റിയതെന്ന് ചോദിച്ചു. അതിന് മുത്തശ്ശി പറഞ്ഞു, നീ കഴിച്ച 6 മുട്ടകൾ സാധാരണ മുട്ടകളായിരുന്നില്ല, സ്വർണ്ണ മുട്ടകളായിരുന്നു. ആ മുട്ടകൾ ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ അത് 6 കോഴികളായി മാറിയേനെ. ആ 6 കോഴികളും വീണ്ടും മുട്ടയിടും, ആ മുട്ടകൾ വീണ്ടും കോഴികളാവും, അങ്ങനെ വീണ്ടും കോഴികളാവുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് 100 കണക്കിന് കോഴികൾ കിട്ടിയേനെ. ഇതൊക്കെ കണക്കിട്ട് നോക്കുവാണെങ്കിൽ നീ എനിക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ തന്നാൽ പോലും കണക്ക് ശരിയാവില്ല. രാജയ്യൻ അത്ഭുതത്തോടെ പറഞ്ഞു, മുത്തശ്ശി, ഇത് അന്യായമാണ്, എന്റെ കയ്യിൽ അത്രയ്ക്ക് കാശില്ല. ഉടൻ തന്നെ മുത്തശ്ശി ഗ്രാമത്തിലെ ന്യായാധിപന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു, ഈ യുവാവ് എനിക്ക് 1000 സ്വർണം നാണയങ്ങൾ തരാനുണ്ട്, ഇതാ ഞാൻ ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ന്യായാധിപൻ രാജയ്യയെ അവിടെയുള്ള മുറിയിൽ അടച്ച് ഈ വഴക്കിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ രാജയ്യൻ പറഞ്ഞു, എനിക്ക് ആലോചിക്കാൻ 1 ദിവസം വേണമെന്ന്. അതിനുശേഷം രാജയ്യൻ അനാവശ്യമായി ഇങ്ങോട്ട് വന്നല്ലോ എന്ന് വിചാരിച്ചു. ഈ മുത്തശ്ശി കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു യുവാവ് വന്നു. എന്നിട്ട് യുവാവ് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ന്യായാധിപനം പഠിച്ചിട്ട് വന്നത്, ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കാം, എനിക്ക് ഒരവസരം നൽകൂ. രാജയ്യൻ പറഞ്ഞു, നീ എന്റെ സൈഡ് വാദിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. അതിനുശേഷം ന്യായാധിപന്റെ മുന്നിൽ വെച്ച് വാദവും നടന്നു. അപ്പോൾ രാജയ്യന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്ന യുവാവ് പറഞ്ഞു, ഈ പ്രശ്നത്തിൽ വാദിക്കാൻ അങ്ങ് എനിക്ക് കുറച്ച് സമയം നൽകണം. ഞാൻ രാജയ്യനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് മനസ്സിലാവാൻ കഴിയുള്ളൂ. അതിനെനിക്ക് കുറച്ച് അവകാശം വേണം. അപ്പോൾ ന്യായാധിപൻ പറഞ്ഞു, നീ ഇന്നലെ വൈകുന്നേരം വരെ എന്തു ചെയ്യുകയായിരുന്നു? ന്യായാധിപൻ ദേഷ്യത്തോടെ ചോദിച്ചു. യുവാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, എന്റെ വയലിൽ ഇന്നലെ ഞാൻ നിലക്കടല വിതച്ചിരുന്നു, അത് വീണ്ടും പറിച്ചു നട്ട് വീണ്ടും നിലക്കടലയായി മാറ്റാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നീ എന്താ ഈ പറയുന്ന? ഒറ്റ ദിവസം കൊണ്ട് നിലക്കടല വിതച്ച് അത് വീണ്ടും പറിച്ചു നട്ടാൽ നിനക്ക് എങ്ങനെ നിലക്കടല കിട്ടും? ഇത് അത്ഭുതമാണല്ലോ എന്ന് ചോദിച്ചു. യുവാവ് പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് മുട്ടയിൽ നിന്ന് കോഴി വന്ന് വീണ്ടും മുട്ടയിട്ട് കോഴിയായി മാറുമ്പോൾ ഇത് മാത്രം എന്തുകൊണ്ട് സാധ്യമാവില്ല? ഇത് കേട്ടപ്പോഴാണ് ന്യായാധിപന് കാര്യം മനസ്സിലായത്. ആവശ്യമില്ലാതെ രാജയ്യനെ ചതിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് കൂടുതൽ കാശ് പ്രതീക്ഷിക്കുന്ന കാര്യം മനസ്സിലാക്കി ഉടൻ തന്നെ മുത്തശ്ശിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു ന്യായാധിപൻ. അതിനുശേഷം തനിക്ക് വേണ്ടി വാദിച്ച് തനിക്ക് ന്യായം വാങ്ങിത്തന്ന ആ യുവാവിനെ രാജയ്യൻ നന്ദി പറഞ്ഞിട്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു നടന്നു. ഇതാണ് സ്വർണ്ണമുട്ടകൾ എന്ന കഥ. Having a good, healthy body
is important to maintain our mental health while we are in lockdown. To maintain our health, it's important to follow certain habits. Let's welcome Srichita from Government Victoria Girls Higher Secondary School, Chittoor. She's here to talk about healthy habits. ആരോഗ്യം സമ്പത്ത്. ഇന്ന് നാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ആരോഗ്യമില്ലായ്മ. അതിൽ ഒരു ഉദാഹരണം തന്നെയാണ് COVID-19 എന്ന കൊറോണ വൈറസ്. ലോകം മുഴുവൻ ഇന്ന് COVID-19 എന്ന മഹാമാരിക്ക് മുന്നിൽ മുട്ടുകുത്തുകയാണ്. എന്നാൽ നാം ഇത് മറികടക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള വൈറസുകളും അസുഖങ്ങളും നമ്മെ വിടാതെ പിന്തുടരുകയാണ്. എന്നാൽ അതിന് കാരണം നാം തന്നെയാണെന്ന കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നു. ശരിയായ രീതിയിലുള്ള ആഹാരം, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം എന്നിവ പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് അസുഖങ്ങൾ പകരുന്നത് തടയാം. ആരോഗ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം തന്നെ. ഏതൊരു മനുഷ്യനും ആരോഗ്യത്തെക്കാൾ നിർണായകമായ മറ്റൊന്നില്ല. നാം ആരോഗ്യവാനായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം നന്നായി ആസ്വദിക്കാൻ കഴിയുന്നു. നമുക്ക് ചിരിക്കാനും ഭക്ഷണം ആസ്വദിക്കാനും അടുത്തുള്ളവരോടും പ്രിയപ്പെട്ടവരോടും സംസാരിക്കാനും നന്നായി ഉറങ്ങുവാനും കഴിയുന്നു. നമ്മുടെ ആരോഗ്യം മികച്ചതല്ലാത്തപ്പോൾ നമുക്ക് ഒന്നും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കുകയോ കായിക വിനോദങ്ങളോ സിനിമകളോ കാണാനോ നമുക്ക് കഴിയില്ല. അടുത്തുള്ളവരോടും പ്രിയപ്പെട്ടവരോടും നന്നായി സംസാരിക്കാനോ ശരിയായി ഉറങ്ങാവാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മുടെ മൂപ്പന്മാർ ആരോഗ്യം സമ്പത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും നല്ല ആരോഗ്യം നിലനിർത്താൻ നമുക്ക് ചുറ്റുമുള്ള ശുചിത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകരവും സമ്പൂർണവുമായ ഭക്ഷണം നാം കഴിക്കണം. പച്ചക്കറികൾ, പാൽ, മുട്ട മുതലായവ പോഷകാഹാരങ്ങളിൽ ഉൾപ്പെടും. ആവശ്യത്തിന് പ്രോട്ടീൻ, ധാതുക്കൾ, വിറ്റാമിനുകൾ എന്നിവ നാം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കൂടാതെ നമ്മുടെ മുറിയും വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. ഇവയ്ക്ക് പുറമെ ശാരീരിക ആരോഗ്യത്തിന് മുകളിൽ തുടരാൻ ഫിറ്റ്നസും ആവശ്യമാണ്. ബുദ്ധൻ പറഞ്ഞു, ശരീരം നല്ല ആരോഗ്യം നിലനിർത്തുക എന്നത് ഒരു കടമയാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സിനെ ശക്തവും വ്യക്തവുമായി നിലനിർത്താൻ നമ്മൾക്ക് കഴിയില്ല. മനസ്സ് പതിവായി വ്യായാമം ചെയ്യുന്നതിലൂടെയും വായനയിലൂടെയും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിലൂടെയും നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. രാവിലെയും വൈകുന്നേരവും പതിവായി വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുവാൻ കഴിയും. ഇതിലൂടെ വളരെയധികം ആത്മവിശ്വാസവും ലഭിക്കുന്നു. ആരോഗ്യവും കായികക്ഷമതയും നിലനിർത്തുന്നത് ചെലവേറിയതല്ല. ആരോഗ്യം നമ്മുടെ സമ്പത്ത് തന്നെയാണ്. അതിനാൽ ആരോഗ്യത്തോടെ ഇരിക്കുക, ജീവിതം ആസ്വദിക്കുക. Now let's listen to a beautiful song by Shanahas from MHSS Pudunagaram. Hi friends, I'm here to present a song. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு ஸ்நேகம், ஒரு போர்வைக்குள் இரு தூக்கம், குழு குழு பொய்கள் சொல்லி என்னை மெல்வாய், அது தெரிந்தும் கூட அன்பே மனமதையே தான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும். வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும். அதே கணம் நீ கண்ணுறங்க உன் ஜென்மங்களின் ஏக்கங்கள் தீரும். நேசிப்பதும் சுவாசிப்பதும் தயவால் நானே ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் நானே நான். தினமுன்னே குளித்ததும் என்னை தேடி என் சேலை நுனியாலுந்தன் தலை துடைப்பாய், அது கவிதை. திருடன் போல் பதுங்கிய திடீரென்று பின்னால் இருந்து என்னை நீ அணைப்பாய், அது கவிதை. யாரேனும் மணி கேட்டால் அதை சொல்லக்கூட தெரியாதே. காதலனும் முடிவிலியில் கடிகார நேரம் கிடையாதே. வசீகரா
என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் நீ கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உண்டயவான் நானே ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் நானே நான். Thank you. That is a beautiful song. Now, let's listen to a moral story by Srinitya of Government Victoria Girls Higher Secondary School, Chittoor. Once upon a time, there was a stone carver who looked for a stone to make a sculpture. He then saw a beautiful white stone and asked to the stone, "Shall I make you as a sculpture?" White stone replied that, "No, it would hurt me and I can't bear that pain." Desperately, the stone carver walked to the river bank and sat there. Seeing this, a washer stone on the river bank asked, "Carver, why are you so sad?" Carver replied, "I was looking for a stone to make a sculpture, but no stone were accepting my request due to the fear of pain." Suddenly, washer stone asked to the carver, "Will you make me a sculpture?" Carver wonders and replied, "It would hurt you and sometimes you can't even bear the pain." And asked, "Are you really ready to bear the pain?" Washer stone replied, "Yes, Carver, I'm ready. Make me as a sculpture." After some time, Carver changes the washer stone into a beautiful idol statue and placed under a tree. People of that area started worship that idol statue and bring that old white stone in order to breaking of coconut for a ritual purpose. Here, the stone which is ready to bear the pain became God, and the stone which is not ready to bear the pain became a pain bearer. So, moral of the story is, people who are ready to bear the pain would become success in life, and others would become painer in life. If you dare to bear a pain at once, you will be placed at top in life, otherwise at a lower. Lockdown gave birth to many talents among our students. Let's welcome Tejaswini from Government Victoria Girls Higher Secondary School, Chittoor. She is here to recite her own poem in English. We all have different kinds of skills. Am I right? Yes. Here, I like to share the way of developing or recognizing skills in our own way. So, this is a poem written by me to show the different dreadful and fruitful moments which I have passed through my tiny journey of life. So, let's have a hear to the poem, The Journey of a Lifetime. Through the rocks and hills, I have traveled so far, and it is my will that kept me this long. I have no strength to travel forth. It is my life can't let go. Hope strives within me, which healed my scare. And dirty wounds in my heart, I'll take my chance to reach my dream. Sadness will be far away. In this dreadful path, I have fallen many times, but it is you who put me right. The fruits of love that you shared with me, it fills my heart with light of life. I'll always be looking for the time ahead. Will you be with me till life long? But it's not what I think. It's full of horrible sins. We can't live the way we think. That's how it is. I tried so hard to make it right, to make it a better place for you and for me. A dreadful path awaits me on this unexpected journey. Darkness inside me is long gone. Now I can take steps to the journey ahead. Now I am free as a bird who glits through the air. My wounds have banned in the pitch black night. Still waiting for another journey. You and I are part of it, and we will live it wise and free. So, love the life you live and live the life you love. Thank you. Now, let's listen to Vishnu Priya from Government Victoria Girls Higher Secondary School, Chittoor. She is here to express her review about a book, The Diary of Anne Frank. എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ ഗവൺമെൻറ് വിക്ടോറിയ ഗേൾസ് സ്കൂളിലെ
+2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ വായിച്ച മനോഹരമായ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ആൻ ഫ്രാങ്ക് എന്ന കൊച്ചു പെൺകുട്ടിയുടെ ഡയറിക്കുറിപ്പുകളാണിത്. ലോകത്തിന് ശരിയായ ദിശാബോധം നൽകാൻ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും കഴിഞ്ഞിട്ടുമുണ്ട്. നുറുങ്ങും വെളിച്ചം കൊണ്ട് ലോകത്താകമാനം പ്രകാശം നിറച്ച ഇളം പ്രായക്കാർ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഭീകരത ലോകത്തിനു മുന്നിൽ എത്തിയത് ആൻ ഫ്രാങ്ക് എന്ന കൊച്ചു പെൺകുട്ടിയുടെ ഡയറിക്കുറിപ്പുകളിലൂടെയായിരുന്നു. നാസി പട്ടാളം ജനങ്ങളെ കൊല്ലുന്നതും ജീവൻ രക്ഷിക്കാനായുള്ള ഒരു ജനതയുടെ നെട്ടോട്ടവുമെല്ലാം സ്വന്തം അനുഭവങ്ങളിലൂടെ കുറിച്ചു വയ്ക്കുകയായിരുന്നു ആൻ ഫ്രാങ്ക്. 1929 ജൂൺ 12 ജർമ്മനിയിലാണ് ആൻ ഫ്രാങ്കിന്റെ ജനനം. പിതാവ് ഓട്ടോ ഫ്രാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥനും മാതാവ് എഡിത്ത് ഫ്രാങ്ക് വീട്ടമ്മയും. മാർഗറ്റ് ഫ്രാങ്ക് ആയിരുന്നു ഏക സഹോദരി. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ നാസി പാർട്ടി ശക്തി പ്രാപിച്ചതോടെ ജൂത കുടുംബങ്ങൾ ആക്രമണ ഭീഷണിയിലായി. അനേകം ജൂതർ വേട്ടയാടപ്പെട്ടു. മറ്റുള്ളവർ അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അതിലൊന്നായിരുന്നു ആൻ ഫ്രാങ്കിന്റെ കുടുംബവും. ആനിന്റെ 5ാം വയസ്സിൽ ഹോളണ്ടിലേക്കാണ് അവർ കുടിയേറിയത്. ആദ്യമൊക്കെ ഹോളണ്ടിൽ ആൻ ഫ്രാങ്കിന്റെ കുടുംബം സന്തോഷത്തിൽ തന്നെയാണ് കഴിഞ്ഞത്. ഓട്ടോ ഫ്രാങ്കിനെ ആംസ്റ്റർഡാമിൽ ഒരു ജാം നിർമ്മാണ കമ്പനിയിൽ ജോലിയായി. ആനും സഹോദരിയും സ്കൂളിൽ ചേർന്ന് പഠിക്കാനും തുടങ്ങി. മാർഗറ്റിന് താല്പര്യം ഗണിതത്തിലായിരുന്നെങ്കിൽ ആൻ ഫ്രാങ്കിന് സാഹിത്യത്തോടായിരുന്നു ഇഷ്ടം. നാസിപ്പട ഹോളണ്ടിലുമെത്തിയതോടെ ജൂത കുടുംബങ്ങൾക്ക് അവിടെയും ഭീഷണിയിലായി. ആനിനും സഹോദരിക്കും ജൂതർക്കും മാത്രമായുള്ള സ്കൂളിലേക്ക് പഠിത്തം മാറ്റേണ്ടി വന്നു. ജൂതർ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നതും സർക്കാർ ഉദ്യോഗം വഹിക്കുന്നതുമെല്ലാം വിലക്ക് വന്നു. ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാത്തവരെ തടവിലാക്കും എന്ന് അറിയിപ്പുണ്ടായി. പക്ഷേ പോകാൻ കഴിയുന്ന ചുറ്റുപാടിലായിരുന്നില്ല അവരുടെ കുടുംബം. തുടർന്ന് ഒളിവ് ജീവിതവും വേട്ടയാടലും. ഒളിവിൽ കഴിയുന്നവരെ സഹായിക്കുന്നത് പോലും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കി. എന്നിട്ടും ചില കുടുംബ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവർക്ക് ഒളിവിൽ കഴിയാനൊരിടം കിട്ടി. ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്ന ജാം കമ്പനിക്ക് മുകളിലെ ഇടുങ്ങിയ മുറികളിൽ സീക്രട്ട് അനാക്സ് എന്നായിരുന്നു ആൻ ഫ്രാങ്ക് അതിന് പേരിട്ടത്. അലമാര നീക്കിവെച്ച കവാടം മറച്ച മുറികൾ. ജനൽപ്പാളിയുടെ തുറന്നിട്ട പാതിയിലൂടെ മാത്രമായിരുന്നു പുറംകാഴ്ചകൾ. 1944 ഓഗസ്റ്റിൽ അവർ പിടിക്കപ്പെട്ടു. തുടർന്ന് ജയിലിൽ സെപ്റ്റംബർ മാസത്തിൽ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സ് കേന്ദ്രത്തിലേക്ക് അയച്ചു. കന്നുകാലികളെ പോലെ കുത്തിനിറച്ചായിരുന്നു ആനും കുടുംബവുമടക്കം 1000-ഓളം ജൂതരെ വണ്ടിയിൽ കയറ്റിയത്. ക്യാമ്പിൽ ജോലി ചെയ്യാൻ ആവതുള്ളവരെ അടിമപ്പണി ചെയ്യിപ്പിച്ചു. മറ്റുള്ളവരെ കൊന്നുതള്ളാനായി ഗ്യാസ് ചേമ്പറിലേക്ക് വിട്ടു. 15 വയസ്സുള്ള ആൻ ഫ്രാങ്കിനെയും സഹോദരിയെയും അടിമപ്പണി ചെയ്യാനായി ജീവനോടെ നിർത്തി. പറഞ്ഞറിയിക്കാനാവാത്ത ദുരന്തങ്ങൾ അനുഭവിച്ച ആ 2 കുട്ടികൾക്കും പകർച്ചവ്യാധി ബാധിച്ചു. പിന്നെ രോഗികളെ പാർപ്പിക്കാനുള്ള ബെർഗൻ ബെൽസൺ ക്യാമ്പിലേക്ക്. അതോടെ അമ്മയും മക്കളും വേർപെട്ടു. ക്യാമ്പിൽ വെച്ച് കുട്ടിയുടെ രോഗം മൂർച്ഛിച്ചു. സഹോദരിയുടെ മരണം നേരിട്ടു കാണേണ്ടി വരിക കൂടി ചെയ്തതോടെ ആനിന് അതുവരെയുള്ള മനോധൈര്യവും ചോർന്നുപോയി. വൈകാതെ ആൻ ഫ്രാങ്കും മരണത്തിന് കീഴടങ്ങി. നാസികളെ തോൽപ്പിച്ച് സഖ്യസേന ആ ക്യാമ്പ് സ്വതന്ത്രമാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആനിന്റെ മരണം. യുദ്ധം തീർന്ന ശേഷമാണ് ആൻ ഫ്രാങ്കിന്റെ ഒളിത്താവളത്തിൽ നിന്നും ലഭിച്ച കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ദ ഡയറി ഓഫ് ആൻ യങ് ഗേൾ എന്ന പേരിൽ. ഡച്ച് ഭാഷയിൽ 1947 ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. 1952 ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. എളിയ ചിന്തകളിലൂടെയും ചെറിയ എഴുത്തുകളിലൂടെയും നേർവഴി കാണിച്ചവരിൽ ഒരാൾ. ഇത്തരം കുട്ടികളിലൂടെ ഈ ലോകത്തിനു തന്നെ പ്രകാശം പരത്താൻ കഴിയും. Now let's listen to a beautiful song by Shilpa from MHSS Pudunagaram. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണൊന്നടച്ചു ഞാൻ നോക്കിയാലേ കാണാനഴകുള്ളോളെ,
പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെടി ചെമ്പകപ്പൂമലരേ പഞ്ചവർണ്ണ കിളിച്ചിലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ പഞ്ചവർണ്ണ കിളിപ്പോലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ തക്കാളി ചുവപ്പുള്ള പൂങ്കവിളോരത്ത് നാണത്തിൻ നുണക്കുഴിയോ തക്കാളി ചുവപ്പുള്ള പൂങ്കവിളോരത്ത് നാണത്തിൻ നുണക്കുഴിയോ പുന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ പുന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെടി ചെമ്പകപ്പൂമലരേ പഞ്ചവർണ്ണ കിളി പോലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചു ഞാൻ നോക്കിയാലേ കാണാനഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെടി ചെമ്പകപ്പൂമലരേ. Thank you for listening to our podcast. I would like to thank my students who contributed to this podcast, as well as my team who brought up this idea of a podcast which emphasizes on the narrative skills of our students. Where you